നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമാണ് എൻ്റെ ഒരു ധൈര്യം. ശരി ചേച്ചി, ഞാനുണ്ടാവും. പ്രത്യേകിച്ച് വർഷയുടെ കാര്യമല്ലേ. ഡ്രഗ്സിന്റെ പാക്കറ്റാണല്ലോ. വർഷേ, ഇതെന്താ ഏട്ടാ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആ, എനിക്കറിയില്ല. ഇത് ഞാൻ എന്റെ മേശയിൽ വെച്ചിരുന്ന. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല ഏട്ടാ. മേശയിൽ നിന്ന് ഞാനിത് എടുത്തിട്ടില്ല. ഏട്ടന് വിശ്വാസമാവുന്നില്ലേ? ഞാൻ എടുത്ത് മാറ്റി വെച്ചതല്ല. ഇതെന്താ? ഇതൊരു മരുന്നിന്റെ സാമ്പിളാ. ഇപ്പൊ ഇത് ആരും ഉപയോഗിക്കാൻ പാടില്ല. ലാബിൽ നിന്ന് ഫൈനൽ ടെസ്റ്റ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ഞാനത് ഉപയോഗിക്കാൻ എടുത്തതല്ല. ഇതിനടിയിലെ പാക്കറ്റ് കണ്ടപ്പോ വെറുതെ ഒന്ന് എടുത്തു നോക്കി, അത്രേ ഉള്ളൂ. വീട് വൃത്തിയാക്കാനെന്ന പേരും പറഞ്ഞ് ഓരോ സാധനങ്ങളും ഓരോ ഭാഗത്തായി മിസ്പ്ലേസ് ചെയ്യുകയാണ് നീ. വർഷേ, അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിണങ്ങിയോ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ വിഷമം തോന്നില്ലേ? ഏട്ടന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ഒരു സാധനം എടുക്കാറില്ല. സ്ഥാനം തെറ്റിച്ച് വെക്കാറുമില്ല. സോറി വർഷേ, പിണങ്ങാതെ. ഇതുവരെ നിന്നോട് സംസാരിച്ചത് ബിസിനസ്മാനായ വിക്രമാണ്. എന്നാൽ ഇപ്പൊ സംസാരിക്കുന്നത് നിന്റെ ഭർത്താവും കാമുകനായ വിക്രമാണ്. കളഞ്ഞേക്ക്. ഈ ഡബിൾ റോൾ ഒന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഏട്ടൻ എന്നും എന്നോട് പെരുമാറുന്നത് ഒരേ രീതിയിലായിരിക്കണം. ബിസിനസ് ആയാലും ജീവിതമായാലും വർഷ എന്നും എന്നോടൊപ്പം ഉണ്ടാവും. എന്റെ ഈ രണ്ട് മുഖങ്ങളും നീ പരിചയപ്പെട്ടിരിക്കണം. രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിവും ഉണ്ടാവണം. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും വിക്രമിന് ഒരു അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുന്നത്. അതും ഒരു സ്ത്രീയുടെ. അയാളിപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വട്ടെടുത്ത് നിൽക്കുകയായിരിക്കും. ഇനി അയാളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുത്. അയാൾ വിളിച്ചിരിക്കും. ഇനി ഫോൺ ഓഫ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. 24 മണിക്കൂറും ഞാൻ അലേർട്ടായിരിക്കും. വർഷ അപകടസ്ഥിതി തരണം ചെയ്യുന്നവരെ എന്ത് സഹായവും ഏത് നേരത്തും എന്നിൽ നിന്നുണ്ടാവും. എന്നാ നമുക്കിപ്പോ പിരിയാൻ ശ്യാമേ. ശ്യാമാണ് എൻ്റെ ഒരു ധൈര്യം. ശരി ചേച്ചി, ഞാനുണ്ടാവും. പ്രത്യേകിച്ച് വർഷയുടെ കാര്യമല്ലേ. ശരി ശരി, കാണാം. ഇവനെന്ന് കല്യാണ മണ്ഡപത്തിൽ വർഷയുടെ കൈപിടിച്ചു വന്നവനല്ലേ? അവര് തമ്മിൽ പിരിഞ്ഞു. ഏയ്, ഇത് പ്രണയ കേസൊന്നുമല്ല. മറ്റെന്തോ പ്രശ്നമായിരിക്കും. വന്ദന കൈവിട്ടൊന്നും പോയില്ല.
ഏതായാലും രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഈ വിവരം ഇപ്പൊ തന്നെ സാഗറിനെ വിളിച്ചറിയിക്കാം. ആ ഹലോ പ്രകാശ്, പറയൂ. വന്ദനയുടെ നീക്കങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഉം. അതനുസരിച്ച് വീട്ടിൽ നിന്ന് അവൾ ഒരു ഓട്ടോയിൽ കയറി പോയപ്പോ ഞാൻ ഫോളോ ചെയ്തു. വെരി ഗുഡ്. എന്നിട്ട് വർഷയുടെ സുഹൃത്ത് ഒരു ശ്യാമിനെ കാണാനാണ് അവൾ പോയത്. ഉം. ശ്യാം കൊടുത്ത ഫോണിൽ വന്ദന ആരെയോ വിളിച്ച് വിരട്ടുന്നതും കേട്ടു. ആരെയോ ഫോളോ ചെയ്യാനാണ് പരിപാടി എന്ന് എനിക്ക് മനസ്സിലായി. ശ്യാമുമായി സംസാരിച്ച് പിരിഞ്ഞ ശേഷം വന്ദന വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനിയും വന്ദനയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം. ആ ആ ലീവ് എടുക്കേണ്ടി വരുന്ന ദിവസം ഡബിൾ ശമ്പളമാണ് തരുന്നത് പ്രകാശിന്. ഡബിൾ അല്ല, അതിന് മുകളിൽ. ആ ആ ഒരു സെക്കൻഡ്. വന്നു സാഗർ. ഇത് സാഗർ എനിക്കും ഞാൻ സാഗറിനും ചെയ്തു തരുന്ന ചെറിയ ചെറിയ ഫേവറുകൾ മാത്രം. പ്രകാശിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. ഒരു ഇരുനില വീട്. അത് യാഥാർത്ഥ്യമാവും. യാഥാർത്ഥ്യമാക്കും ഈ സാഗർ. താങ്ക് യു സാഗർ. ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആരെയോ വന്ദന ഫോണിൽ വിളിച്ചു എന്നാണല്ലോ പ്രകാശ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആരെയായിരിക്കും, എന്തിനായിരിക്കും വന്ദന വിളിച്ചത്? ഇനി വല്ല വക്കീലിനെ ആയിരിക്കോ? ആദ്യം അത് കണ്ടെത്തണം. ഏതായാലും ഒരു പയ്യനെയും കൂടെ കൂട്ടി വന്ദന ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനല്ല. മുളയിലെ നുള്ളി എറിയണം. ആദ്യം അവൻ ഏതാണെന്ന് കണ്ടെത്തണം. അവൻ ആയുസ് തീരാൻ സമയം അടുത്തു. ഈശ്വര, അവന്റെ കണക്ക് പുസ്തകം എന്റെ കയ്യിലാണല്ലോ. വന്ദന ആക്സിഡന്റ് കുത്തിപ്പൊക്കിയാൽ കുടുങ്ങാൻ പോകുന്നത് കുറുപ്പ് സാറല്ല, ഞാനാണ്. രാജീവിനെ കൊല്ലാൻ ഞാൻ ഒരുക്കിയ കെണിയിൽ അറിയാതെ വന്ന് പെട്ട ആളാ കുറുപ്പ് സാറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.